എന്താണ് ബയോമിമിക്രി? ഒരു കഥ പറയാം. 1941 സ്വിസ് എഞ്ചിനീയറായ ജോർജ് ഡി മാർഷൽ അദ്ദേഹത്തിന്റെ നായയുടെ കൂടെ ഒരു ഹൈക്കിങ്ങിന് പോയി. അദ്ദേഹം മലകളൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലും നായയുടെ രോമത്തിലും ഒരു തരം കായകൾ പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടു. അദ്ദേഹം അത് പറിച്ചു കളയുന്നതിന് മുൻപ് എങ്ങനെയാണ് ഇത് വസ്ത്രത്തിലും രോമത്തിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കി. അപ്പോൾ ആൾക്ക് മനസ്സിലായി അതിലൊരു തരം ലോക്ക് ഉണ്ട്, അതാണ് ആ വസ്ത്രങ്ങളിൽ ഒട്ടിപ്പിടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആൾക്കൊരു ഐഡിയ തോന്നി, ഇതുകൊണ്ട് കോട്ടൺ തമ്മിലും അതുപോലെ തന്നെ മറ്റു തരം ക്യാൻവാസുകളൊക്കെ ഒട്ടിക്കുന്ന ഒരു വസ്തു കണ്ടുപിടിക്കാമല്ലോ എന്നുള്ളത്. അപ്പോൾ ആൾ ഏകദേശം ഒരു 10 വർഷത്തിലധികം റിസർച്ച് ചെയ്തിട്ട് 1955 ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു, കൂടെ ഒരു ബ്രാൻഡും. അതിൻ്റെ പേരാണ് വെൽക്രോ എന്ന് പറയുന്നത്. കിങ്ഫിഷറിൻ്റെ കൊക്കിൽ നിന്ന് ഇൻസ്പയറായി മാറ്റം വരുത്തിയ ബുള്ളറ്റ് ട്രെയിന്, തിമിംഗലത്തിൻ്റെ ചിറകിൽ നിന്ന് ഐഡിയ ഉൾക്കൊണ്ടുണ്ടാക്കിയ വിൻമില്ല്, കൊതുകിനെ അനുകരിക്കുന്ന പെയിൻലെസ് നീഡിൽസ്. പറഞ്ഞു വരുന്നത് നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ എത്രത്തോളം പ്രകൃതി ഇൻസ്പയർ ആവുന്നത് എന്നതാണ്. പാറ്റേൺസും ടെക്സ്ചറും അതുപോലെ തന്നെ എടുക്കുന്നതും നാച്ചുറൽ നിന്നുള്ള ഇൻസ്പിറേഷനും നമ്മുടെ മെയിൻ ഐഡിയയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കുന്നതും ബയോമിമിക്രി തന്നെയാണ്. ഇങ്ങനെ നാച്ചുറൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ബ്രാൻഡുകളെ കുറിച്ചും അവരുടെ ബ്രാൻഡ് കൺസെപ്റ്റിനെ കുറിച്ചും ക്രിയേറ്റീവ് തിങ്കിങ്ങിനെയും പ്രോബ്ലം സോൾവിങ്ങിനെയും ബയോമിമിക്രി എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും വരും എപ്പിസോഡുകളിൽ കേൾക്കാം. താങ്ക് യു.